പ്രിയ സുഹൃത്തെ, 2012 എറണാകുളത്ത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സിമൻറ്റ് കമ്പനിയുടെ ഒരു സെയിൽസ് മാനേജറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹം ഏകദേശം ഒരു 3 വർഷം മുൻപ് ഒരു 2000 രൂപയുടെ SIP ഇദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം ഒരു 1 ഇയർ SIP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SIP ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റോപ്പായി. ബാക്കി ഏകദേശം ഒരു 2 വർഷമായിട്ട് ഇദ്ദേഹം വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം നിലവിൽ തന്നെ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് നല്ലൊരു മാർഗ്ഗമാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് 2012 ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം ഒരു 5000 റുപ്പീസിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന് ചെന്ന് കാണുമായിരുന്നു. അപ്പോൾ ഓരോ തവണ കാണുന്ന സമയത്തും ഇദ്ദേഹം ഈ SIP ഇപ്പോൾ 10000 രൂപയ്ക്ക്, അതിനുശേഷം 15000 രൂപയ്ക്ക്, 20000 രൂപയ്ക്ക് ഇങ്ങനെ പതുക്കെ ഗ്രാജുവലി ഇദ്ദേഹം കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 2 to 3 ഇയേഴ്സോളം, ഒരു 2-3 വർഷത്തോളം എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പക്കൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അതിനു മുൻപ് എത്ര SIP ഉണ്ടായിരുന്നു അത് ഈ ഒരു 3 വർഷത്തിനിടെ വേറെ ചേഞ്ചസ് ഒന്നും ഇദ്ദേഹത്തിൻ്റെ SIPയിൽ വന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2012 കഴിഞ്ഞ് ഇന്നിപ്പോൾ 2024 അതായത് ഏകദേശം ഒരു 12 വർഷമായി. ഈ 12 വർഷം കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഒന്ന് നോക്കിയ സമയത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം 1 കോടിയിലധികം രൂപയുടെ സമ്പാദ്യം ഇദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ അന്ന് ചെന്നില്ലായിരുന്നെങ്കിൽ ഈ 1 കോടി ഉണ്ടാവില്ല. ഇനി സപ്പോസ് അന്ന് അദ്ദേഹത്തിന് ഈ ഒരു 5000 റുപ്പീസിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഇദ്ദേഹം ഈ 5000 രൂപയുടെ SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ തന്നെ അത് ഇന്നിപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ആയാണ്. 1 കോടി ഒരിക്കലെത്തില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നത് ഒരു പുഷിങ് പ്രൊഡക്റ്റാണ്. നമ്മളെ തള്ളാൻ ആരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൽ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പോൾ 2007 മുതൽ 2024 വരെ, അതായത് ഏകദേശം 17 വർഷത്തിലധികം ഫിനാൻഷ്യൽ സെക്ടറിലുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇതിനിടെ ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സായിട്ട് ഞാൻ ഇടപെടുകയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം ഒരു പുഷിങ് പ്രൊഡക്റ്റാണ്. അതായത് ആരെങ്കിലും തള്ളാനുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു കാർ വാങ്ങുന്നു, കാറിൻ്റെ പടത്തിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു കാർ വാങ്ങുന്നു. ഇപ്പോൾ താങ്കളിപ്പോൾ ഇതിനു വേണ്ടി പണം മുടക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ, ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു വീട് പണിയുന്നു, ഇപ്പോൾ വീട് പണിത് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, നമുക്ക് അപ്പം തന്നെ അതിൻ്റെ സന്തോഷം കിട്ടും. പക്ഷേ താങ്കളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അടുത്ത 5 വർഷം കഴിഞ്ഞ് വരുന്ന, ഇപ്പോൾ നമ്മളെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം 15 വർഷം കഴിഞ്ഞ് വരുന്ന മോളുടെ മാരേജ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 20-25 വർഷം കഴിഞ്ഞ് വരുന്ന നമ്മളെ റിട്ടയർമെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. അടുത്ത 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് ശരിക്കും ലഭിക്കാൻ പോകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെ മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ പോകാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഒരു തള്ളലില്ലെങ്കിൽ നമ്മൾ ഒരു മിക്കവരും ചെയ്യില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 5000 റുപ്പീസിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വ്യക്തിയുടെ കേസ് തന്നെ
ഇദ്ദേഹത്തിനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഒന്ന് തള്ളിക്കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 50,000 രൂപീസോളം SIP ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ 50,000ലേക്ക് അദ്ദേഹം എത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി കൊടുത്താണ് അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അവിടെ ടീച്ചർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്താകും? അതായത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ നിയന്ത്രിക്കാൻ ഈ ടീച്ചർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു 100 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എത്ര പേര് പാസ്സാവും? അതായത് ആരും നിയന്ത്രിക്കാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ഏകദേശം ഒരു 90% ആൾക്കാർ ഫെയിലാവും. ബാക്കി ഒരു 10% ആൾക്കാർ അത് അവനവനെ തന്നെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു 10% ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ പരീക്ഷയിലൊക്കെ ജയിക്കും. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏകദേശം 17 വർഷം ഇപ്പോൾ ഒരു 3000-ഓളം കസ്റ്റമേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൽ 90% ആൾക്കാരും ഈ ഒരു പുഷിങ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഉണ്ടാക്കിയ സമ്പാദ്യം ഒരു കാരണവശാലും നേടില്ല. ബാക്കി ഒരു 10% ആൾക്കാരുണ്ട് അവരെ സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ. അതായത് ഇവർ വരുമാനം കൂടുമ്പോൾ തന്നെ അവർ SIP കൂട്ടും. പിന്നെ അവരിപ്പോൾ എന്തെങ്കിലും ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറിന് ലോൺ ഉണ്ട്, ആ ലോൺ ക്ലോസ് ആയി, അപ്പോൾ ആ ഒരു എമൗണ്ട് SIPയിലേക്ക് മാറ്റും. അങ്ങനെ ചെയ്യുന്ന 10% ഉണ്ടെന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു 5 to 10% ആൾക്കാരുണ്ട്. ബാക്കി വരുന്ന 90%-നെ ഒരു തള്ളൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഏകദേശം ഒരു 375 കോടി രൂപയുടെ അസറ്റ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഏകദേശം ഒരു 125 കോടി രൂപ, 150 കോടിയോളം ഈ കസ്റ്റമേഴ്സിന് ലഭിച്ച പ്രോഫിറ്റാണ്, ലാഭമാണ്. എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഇവരെല്ലാം ഫസ്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരിലൊന്നും ഇത്രയും വലിയ സമ്പാദ്യമൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അവർക്കൊന്നും സാധിക്കില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പം 2024 ഒക്ടോബറിൽ മാർക്കറ്റിൽ ഏകദേശം ഒരു 10% കറക്ഷൻ വന്നു. ഈ 10% കറക്ഷൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാർക്കറ്റിൽ നിന്ന് കുറേ ആൾക്കാർ എമൗണ്ട് വിഡ്രോ ചെയ്ത് പുറത്തേക്ക് പോയി എന്നാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒക്ടോബർ മാസമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത്. അതായത് 25 കോടി രൂപ ആ ഒരൊറ്റ മാസം ഞങ്ങൾ അഡീഷണൽ പർച്ചേസായിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ചെയ്തു. ഇതിൽ ഒരു ഇൻവെസ്റ്ററും ഇങ്ങാട് വന്ന് ചോദിച്ചതല്ല. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് ചെറിയൊരു പുഷിങ് കൊടുത്തപ്പോഴേക്കും അവിടെ ആൾക്കാർ അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് ഒരു പുഷിങ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ 2025 നിങ്ങൾ കടക്കുന്ന സമയത്ത് എനിക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുഷ് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഒരു 5 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം നിങ്ങളെ ഓൺബോർഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരെയും നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ 5 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ താങ്കൾ ഓക്കെ ആണെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പുഷിങ് കിട്ടും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവർ വഴി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വളരെ വേഗത്തിൽ ഒരു സമ്പന്നനാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി ഈ പുതിയ വർഷത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.